തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി.ജെ.പിക്ക് തിരിച്ചടി. പാലക്കാട് പലയിടത്തും ബി.ജെ.പിക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. 11 പഞ്ചായത്തുകളിലായി 43 വാർഡുകളിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളില്ലെന്നാണ് വിവരം. ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ 5 വാർഡുകളിലും കാഞ്ഞിരപ്പുഴയിൽ 8 വാർഡുകളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. കഴിഞ്ഞ തവണ ബി.ജെ.പി മുഖ്യ പ്രതിപക്ഷമായിരുന്ന പുതുനഗരം പഞ്ചായത്തിൽ 4 വാർഡുകളിലും ആലത്തൂർ, അലനല്ലൂർ പഞ്ചായത്തുകളിൽ 5ഇടങ്ങളിലും സ്ഥാനാർത്ഥികളായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പാലക്കാട് ബി.ജെ.പിയിലെ പൊട്ടിത്തെറിയിൽ നിലപാട് വ്യക്തമാക്കി സ്ഥിരം സമിതി അധ്യക്ഷനും ബി.ജെ.പി സ്ഥാനാർത്ഥിയുമായ പി സ്മിതേഷ് രംഗത്തെത്തിയിരുന്നു. പാർട്ടിയിലെ ഒരു വിഭാഗത്തെ മാത്രം പട്ടികയിൽ പരിഗണിച്ചെന്ന നിലപാട് തനിക്കുണ്ടെന്ന് സ്മിതേഷും വ്യക്തമാക്കി. പക്ഷേ തനിക്ക് കിട്ടിയത് ജയസാധ്യതയുള്ള സീറ്റെന്നും ബി.ജെ.പി സ്ഥാനാർത്ഥി പറഞ്ഞു. കൃഷ്ണകുമാർ വിരുദ്ധപക്ഷത്തെ ഇ കൃഷ്ണദാസ്, പി സ്മിതേഷ് എന്നിവരെ മാത്രം ഉൾപ്പെടുത്തിയുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പി നേതൃത്വത്തിനെതിരെ സ്ഥാനാർത്ഥി കൂടിയായ സ്മിതേഷിന്റെയും പരസ്യ പ്രതികരണം. ബി.ജെ.പി സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തി പരസ്യമാക്കി ഇന്നലെയാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്തെത്തിയത്. പട്ടിക തയ്യാറാക്കിയത് ഏകപക്ഷീയമായാണെന്നാണ് പ്രമീള ശശിധരൻ കുറ്റപ്പെടുത്തിയത്. സംഘടന പിടിക്കാൻ കൃഷ്ണകുമാർ പക്ഷം ഏകപക്ഷീയമായി പട്ടിക തയ്യാറാക്കിയെന്നും സ്വന്തം വാർഡിലെ സ്ഥാനാർത്ഥിയെ അറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തി അറിയിച്ചെന്നുമാണ് പ്രമീള പറഞ്ഞത്. സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ ക്ഷണിച്ചില്ലെന്നും തന്നെ ക്രൂശിച്ച് ഒറ്റപ്പെടുത്തിയെന്നും ചെയർപേഴ്സൺ ആയിരുന്ന അവസാന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള അവഗണനയും നേരിട്ടെന്നും പ്രമീള പറഞ്ഞു. ക്ഷണിച്ച പരിപാടികളിലേക്ക് കക്ഷി രാഷ്ട്രീയം നോക്കാതെ പോകാറുണ്ടെന്നും രാഹുൽ മങ്കൂട്ടത്തിലിനൊപ്പം വേദി പങ്കിട്ടതും അതുകൊണ്ടാണെന്നും പ്രമീള ശശിധരൻ വ്യക്തമാക്കിയിരുന്നു.